നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. ആദ്യമായിട്ടായിരിക്കും ഒരു +2 സേ കുട്ടികൾക്ക് ഒരുപാട് കുട്ടികൾ സേ എഴുതുന്ന ഒരു വർഷം കൂടിയാണ് 2025 മാർച്ച്. അതായത് അവർക്കൊരു ചെറിയ രീതിയിലൊരു സ്റ്റഡി ടൈം ടേബിൾ വളരെ പ്രാധാന്യത്തോടുകൂടി ഇത് നിങ്ങൾ കാണണം. മാക്സിമം കുട്ടികൾ ഷെയർ ചെയ്ത് സേ എഴുതുന്ന കുട്ടികൾ, അല്ലാത്തവർക്ക് അല്ലാതെ +2 സ്റ്റഡി ടൈം ടേബിളും +1 സ്റ്റഡി ടൈം ടേബിളും നമ്മൾ ഇടുന്നതായിരിക്കും. നമ്മൾ എല്ലാ വർഷവും സ്റ്റഡി ടൈം ടേബിൾ നല്ല പ്രോപ്പറായിട്ട് പഠിച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെയൊക്കെ അതുകൊണ്ട് നേട്ടം ഉണ്ടാക്കാം, എങ്ങനെയൊക്കെ വളരെ സിമ്പിളായിട്ട് ടെൻഷൻ ഇല്ലാതെ പഠിക്കാമെന്നുള്ളതാണ്. പ്രത്യേകിച്ചും ആദ്യമായിട്ടൊരു +2ൻ്റെ സേ ടൈം ടേബിൾ ഇടുമ്പം ഇത് സയൻസുകാർക്കും ഒരേപോലെ കൊമേഴ്സുകാർക്കും ഒരേപോലെ ഹ്യൂമാനിറ്റീസുകാർക്കും പ്രയോജനമാകുന്ന രീതിയിലാണ് നമ്മളത് ഇട്ടിരിക്കുന്നത്. വളരെ ഷോർട്ടായിട്ടുള്ള ഭയങ്കര നീട്ടി വലിച്ചൊരു വീഡിയോ ഒന്നും അല്ലത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ജനുവരി 27 മുതൽ ഫെബ്രുവരി 27 വരെ ഒരു മാസം വേണ്ട യഥാർത്ഥത്തിൽ സേക്കാർക്ക് പഠിച്ച് തീർക്കാൻ. ഇപ്പം ഞാൻ പലപ്പോഴും പറയേണ്ടത് നമ്മുടെ ഓൺലൈൻ ബാച്ചസിൽ മാക്സിമം 5 മണിക്കൂറേ ഉള്ളൂ ഒരു സബ്ജക്റ്റ് മൊത്തവും പഠിക്കാൻ. ഉദാഹരണം ഫിസിക്സോ, ഇനി അക്കൗണ്ടൻസിയോ, കെമിസ്ട്രിയോ, എക്കണോമിക്സോ, മാത്സോ, മാക്സിമം എത്രയാണ് 5 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് ഡബിൾ പാസ് അല്ല മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാം. കഴിഞ്ഞ വർഷത്തെ കുട്ടികളെല്ലാം അങ്ങനെ നല്ല മാർക്ക് സ്കോർ ചെയ്തവരാണ്. അന്നേരം നിങ്ങൾക്ക് ആ രീതിയിലാണ് ഞാൻ ഒരു സ്റ്റഡി ടൈം ടേബിൾ തയ്യാറാക്കുന്നത്. അന്നേരം വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാം. ഒരു 2-3 മിനിറ്റ് കൊണ്ട് ഇത് തീരും. അന്നേരം നിങ്ങൾക്ക് ആദ്യമേ പറയുന്നു, നിങ്ങൾക്ക് ഈ സ്റ്റഡി ടൈം ടേബിൾ വെച്ച് പഠിക്കാനും നിങ്ങൾക്ക് ഇനിയും ചേരാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് അത് 5 സബ്ജക്റ്റോ ഏത് വിങ്ങിനുള്ള സയൻസോ കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ ഇനിയും ചേരാനുള്ള കുട്ടികൾക്ക് നാളെ ആയാലും തിങ്കളാഴ്ച ആയാലും നിങ്ങൾക്ക് ചേരാം. നിങ്ങളുടെ പേര്, ഡിസ്ട്രിക്റ്റ്, വാട്സപ്പ് നമ്പർ ഏതൊക്കെ സബ്ജക്റ്റാണെന്ന് കൃത്യമായിട്ട് കൊടുത്താൽ മാത്രം മതി. നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ല ഇതുപോലെ പറയുന്ന പോലെ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും 100% നിങ്ങൾ ഈ വരുന്ന പരീക്ഷയ്ക്ക് ജയിച്ചിരിക്കും എന്നുള്ളത് കൺഫേം. പറയുന്ന പോലെ അങ്ങ് ചെയ്താൽ മതി. എന്നിട്ട് ഞാൻ കാര്യത്തിലോട്ട് കിടക്കാം. നേരെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, ഇനിയും സേയ്ക്ക് ചേരാനുള്ള കുട്ടികൾ ഇനി ഒരുപാട് മടി വിചാരിക്കരുത്. നിങ്ങൾ ചേരാൻ താല്പര്യമുള്ള കുട്ടികൾ നിങ്ങൾ കൃത്യമായിട്ട് ഡീറ്റെയിൽസ് അയയ്ക്കുക. ഓക്കെ. അന്നേരം നമ്മുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ജനുവരി 27 മുതൽ ഫെബ്രുവരി 27 വരെ ഉണ്ടോ ഒരു മാസം ഇപ്പം ഫിസിക്സിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ അക്കൗണ്ടൻസി ആക്കാം, കെമിസ്ട്രിക്ക് പകരം നിങ്ങൾക്ക് എക്കണോമിക്സ് ആക്കാം, മാത്സിന് പകരം അങ്ങനെ പല ബിസിനസ് സ്റ്റഡീസ് ആക്കാം. അങ്ങനെ ഹ്യൂമാനിറ്റീസിൻ്റെ വിഷയങ്ങൾ നിങ്ങളങ്ങ് മാറ്റിയാൽ മതി എന്നുള്ളതേ ഉള്ളൂ. ഞാനിവിടെ 5 വിഷയം എടുത്തു. സെക്കൻഡ് ലാംഗ്വേജ് തൽക്കാലം എടുക്കുന്നില്ല, കാരണം സെക്കൻഡ് ലാംഗ്വേജ് വളരെ കുറച്ച് കുട്ടികൾക്ക് പോയിട്ടുള്ളൂ. അന്നേരം 5 സബ്ജക്റ്റ് സേ പോയിരിക്കുന്ന കുട്ടികൾ, 5 സബ്ജക്റ്റ് സേവ് പോയിരിക്കുന്ന കുട്ടികൾ, അത് സയൻസിലോ ഹ്യൂമാനിറ്റീസിലോ കൊമേഴ്സിലോ പോയിരിക്കുന്ന കുട്ടികൾ 2 മണിക്കൂർ ഡെയിലി പഠിക്കുക. 4 സബ്ജക്റ്റ് പോയിരിക്കുന്നവരും 2 മണിക്കൂർ ഡെയിലി പഠിക്കുക. എന്നാൽ 3 സബ്ജക്റ്റും 2 സബ്ജക്റ്റും പോയിരിക്കുന്ന കുട്ടികൾ 1 മണിക്കൂർ ഡെയിലി പഠിച്ചാൽ മതി. ഒരു സബ്ജക്റ്റ് ഉള്ളവർ 30 മിനിറ്റ്, 1/2 മണിക്കൂർ പഠിച്ചാൽ മതി. ഇത് പറയുന്നത് നിങ്ങൾ വളരെ മനസ്സിലായി ശ്രദ്ധിച്ച് കേൾക്കുക. ഒരു ദിവസം 5 സബ്ജക്റ്റ് പോയിട്ടുള്ളവർ ഒരു 20 മിനിറ്റ് വെച്ച് നമ്മുടെ വീഡിയോസ് കണ്ടുപിടിച്ചാൽ അത് വളരെ സിമ്പിളായിട്ട് പഠിക്കാം. മാക്സിമം നിങ്ങൾ എത്ര പഠിച്ചാൽ മതി? 2 മണിക്കൂർ. 24 മണിക്കൂറുള്ളതിൽ 2 മണിക്കൂറും 1 മണിക്കൂറും 30 മിനിറ്റും പഠിക്കാൻ നിങ്ങൾക്ക് വലിയ പാടുണ്ടോ? ഒരിക്കലും ഇല്ല. 5 സബ്ജക്റ്റ് 4 സബ്ജക്റ്റ് ഉള്ളവർ ഒരു ദിവസം 2 മണിക്കൂർ, ഒരു ദിവസം 1 മണിക്കൂർ പഠിച്ചിട്ട് 1 മണിക്കൂർ പഠിച്ചൊന്ന് റിവൈസ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾ 30 ദിവസം കൊണ്ട് ഗംഭീരമായിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ 10 ഇരട്ടി ഗംഭീരമായിട്ട് നിങ്ങൾ പഠിച്ചു തരും. അത് മാഷിൻ്റെ വാക്കാണ്. അത്രയേ ഉള്ളൂ പഠിക്കാൻ. ഇത് നിങ്ങൾ ഫുൾ സിലബസ് പഠിക്കാൻ നോക്കിയാൽ, ഫുൾ ടെക്സ്റ്റ് പഠിക്കാൻ നോക്കി നടക്കത്തില്ല. ഞാൻ ഈ പറയുന്ന 5 മണിക്കൂറിൻ്റെ വീഡിയോസ്, നമ്മൾ തയ്യാറാക്കുന്ന വീഡിയോസും ആ ക്വസ്റ്റ്യൻസും കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാം. ഇതാണ് നിങ്ങളുടെ ചലഞ്ച് എന്ന് പറയുന്നത്. ജനുവരി 27 തിങ്കളാഴ്ച മുതൽ ഫെബ്രുവരി 27 വരെ നിങ്ങൾ ഈ ഒരു രീതിയിൽ പഠിച്ചാൽ, ഇതിന് പകരം ഓർത്തോണം ഫിസിക്സിന് ഒരു അക്കൗണ്ടൻസിയോ എക്കണോമിക്സോ ബാക്കിയുള്ള ഏത് ബിസിനസ് സ്റ്റഡീസോ ഏത് സബ്ജക്റ്റ് വേണമെങ്കിലും എടുക്കാം. ഹ്യൂമാനിറ്റീസിൻ്റെ ആയാലും അതുപോലുള്ള സബ്ജക്റ്റ് എടുക്കാം. പക്ഷേ ഇങ്ങനെ പഠിച്ചാൽ എല്ലാ സബ്ജക്റ്റും നമുക്ക് അവൈലബിൾ ആണ്. ഇങ്ങനെ പഠിച്ചാൽ നിങ്ങൾ ജനുവരി 27 തുടങ്ങി ഫെബ്രുവരി ഒരു 10 ആകുമ്പോൾ നിങ്ങൾ പഠിച്ച് തീരും. അതാണ് സത്യം. ഫെബ്രുവരി 10 മുതൽ പിന്നെ ബാക്കിയുള്ള ദിവസം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ റിവൈസ് ചെയ്യാം. മാർച്ചിൽ പരീക്ഷയുള്ളൂ. നമുക്കതിന് മുമ്പ് നല്ലപോലെ 2, 3, 4 വട്ടം റിവൈസ് ചെയ്യാം. ഈ രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോകുക. ഇത് സേക്കാർക്ക് മാത്രമാണ് ഇങ്ങനൊരു സ്റ്റഡി. മറ്റേത് കൃത്യമായിട്ട് ഓരോ മണിക്കൂർ എങ്ങനെ പഠിക്കണം എന്നുള്ളത് +2കാർക്കും +1കാർക്കും വരും. സേക്കാരിത് വളരെ കാര്യമായിട്ട് എടുക്കുക. മാക്സിമം നിങ്ങൾക്ക് അറിയാവുന്ന കുട്ടികൾക്ക് ഷെയർ ചെയ്യുക. കാരണം എല്ലാവരും ഈ വട്ടം ജയിക്കണം.
ഈ വട്ടത്തെ മാർച്ചിലെ പരീക്ഷ എഴുതി പ്ലസ് വണ്ണും പ്ലസ് ടു എഴുതാനുള്ളവരെല്ലാം എഴുതിയിട്ട് നിങ്ങൾ ജയിച്ചിരിക്കണം. ഏതിന്? മാർച്ചിലെ പരീക്ഷ റിസൾട്ട് ഏപ്രിൽ മെയിൽ വരും. മെയിൽ വരുമ്പം എല്ലാ കുഞ്ഞുങ്ങളും ജയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മാഷ് നിർത്തുന്നു. ഇത് ഫോളോ ചെയ്യുക. ഇത്രയും സമയങ്ങളിൽ നിങ്ങൾ മിനിമം പഠിച്ചാൽ 100% വിജയം ഉറപ്പ്. നെവർ എവർ ഗീവ് അപ്പ്.